കട്ടപ്പന നഗരസഭ കൗൺസിൽ യോഗം നടന്നു. 20 അജണ്ടകളാണ് കൗൺസിലിന്റെ പരിഗണനയ്ക്കെടുത്തത്. നഗരസഭയുടെ ആസ്തിയിലുള്ള കുത്തക ഇനങ്ങൾ 2025-26 സാമ്പത്തിക വർഷം ലേലം ചെയ്തത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു. കട്ടപ്പന നഗരസഭയുടെ കൗൺസിൽ യോഗമാണ് ഇന്ന് നടന്നത്. 20 അജണ്ടകളായിരുന്നു കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരുന്നത്. നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥനായ വിവിധ പദ്ധതികളുടെ ടെൻഡർ അംഗീകാരം സംബന്ധിച്ച യോഗത്തിൽ ചർച്ച ചെയ്തു. കട്ടപ്പന നഗരസഭ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി മൈക്രോ പ്ലാൻ എഡിറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചും ചർച്ചയായി. കട്ടപ്പന നഗരസഭയിലെ ആശ്രയ പദ്ധതി ഉൾപ്പെട്ട വീടുകളുടെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ചും മൃഗാശുപത്രിയിലേക്ക് മരുന്നുകൾ വാങ്ങുന്നത് സംബന്ധിച്ചും ചർച്ചയുണ്ടായി. ജില്ലാതല യൂണിറ്റ് കോസ്റ്റ് 2024-25 പ്രകാരം വേപ്പിൻ പിണ്ണാക്കിന്റെ വിലയിലുള്ള വ്യത്യാസം സംബന്ധിച്ചും ചർച്ചയുണ്ടായി. കട്ടപ്പന നഗരസഭയുടെ ആസ്തിയിലുള്ള കുത്തക ഇനങ്ങൾ 2025-26 സാമ്പത്തിക വർഷം ലേലം ചെയ്ത് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ച നടന്നു. സംബന്ധിച്ച് നമ്മുടെ കുത്തകകൾ ലേലം ചെയ്യുന്നത് സംബന്ധിച്ച് അജണ്ട ഉണ്ടായിരുന്നു. അതിൽ സ്ലോട്ടർ ഹൗസും മാംസ സ്റ്റാളും അത് അടിയന്തരമായി പണി പൂർത്തീകരിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ലേലം ചെയ്യുന്നത്. ബാക്കി ഉള്ള ഐറ്റങ്ങളിൽ 2 10% കൂട്ടി, അതായത് ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റിന് 10%, ബസ് സ്റ്റാൻഡ് പീസ് ബില്ലിന് 10% കൂട്ടി കൊടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി മുഴുവൻ ഐറ്റങ്ങളും ലേലം ചെയ്യുന്നതിന് ഇന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ള വിവിധ ക്ഷേമ പെൻഷനുകൾ അംഗീകരിക്കുന്നത് സംബന്ധിച്ചും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഓട്ടോമാറ്റിക് മഴമാപരി സ്ഥാപിക്കുന്നതിന് സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചും കട്ടപ്പന നഗരസഭയിലെ അർബൻ PHC വാരവരിയിലേക്ക് അടിയന്തരമായി മരുന്നുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ചും ചർച്ചയായി. കൂടാതെ കട്ടപ്പന നഗരസഭയിലെ 27-ാം വാർഡ് തൊവരയാറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കുഴക്കിണർ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഈ കിണർ മൂടിക്കളയെ സംബന്ധിച്ച് ചർച്ചയായി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.